പച്ചക്കറിക്ക് നമുക്ക് പന്തലക്കറാകുന്ന അല്ലെങ്കിൽ ഒരു 5-6 ഇല വന്നു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളമാണ് കാണിക്കുന്നത്. നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയെ അതിലേക്ക് നമുക്ക് എല്ലുപൊടി ഞാൻ അധികം ഇടുന്നില്ല, കാരണം എലി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇനി നമ്മളിടുന്നത് വേപ്പിൻ പിണ്ണാക്ക്. ഇത് മൂന്നും കൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മളിട്ട് കൊടുക്കുന്ന നമ്മളുടെ വളം. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ വളം ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് നമുക്ക് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാം. ഈ നിൽക്കുന്ന ബീൻസിനും ഒക്കെ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടതാണ്. ഇനിയിപ്പം ഒന്നുകൂടെ ഇടണം എനിക്ക്. നമ്മളെ ഇത് കണ്ടോ, വള്ളി വീശാൻ തുടങ്ങി. ഞാൻ കമ്പ് കുത്തി കൊടുത്തു. ഇന്ന് ഇച്ചിരി വളം ഇട്ട് കൊടുത്തിട്ട് കമ്പ് കുത്തി കൊടുക്കാൻ. നമ്മളിതിൻ്റെ ചുവട് ഇങ്ങനെ സ്വല്പം ചെറിയ തോതിൽ വേര് പൊട്ടാതെ ഒന്ന് മണ്ണിളക്കണം. സ്വല്പം ചുവട്ടിൽ നിന്ന് ഏറ്റവും സെൻറ്ററിൽ നിന്ന് മാറ്റി ഒന്ന് മണ്ണിളക്കിയിട്ട് നമുക്ക് ഇത് നമ്മുടെ വളക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം തളിച്ചു കൊടുക്കാം. അതുപോലെ ഇതിനും ചെയ്യാം. ഇത് നമ്മുടെ ക്യാബേജ്. ഇത് ചൈനീസ് ക്യാബേജാണ് നിൽക്കുന്നത്. ചൈനീസ് ക്യാബേജ് അത് 4 കട്ടിലുണ്ട്. പച്ചമുളക് ഉണ്ട്. എല്ലാവരും കയറി വരുന്നേ ഉള്ളൂ.